അതിനു മുമ്പായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിങ്ങളോട് 2 വാക്ക് വോട്ടഭ്യർത്ഥിച്ച് സംസാരിക്കുന്നു. ആദരണീയരെ, പ്രിയങ്കരെ, സഹോദരിമാരെ, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നിങ്ങൾക്കൊരു വാഗ്ദാനം എനിക്ക് തരാനുണ്ട്. ആ വാഗ്ദാനം മറ്റൊന്നുമല്ല, എന്നെ നിങ്ങൾ വിജയിപ്പിച്ചയച്ചാൽ എന്നും നിങ്ങളുടെ ഒരു മകനായി, നിങ്ങളുടെ സഹോദരനായി, നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി ആര്യാടൻ ഷൗക്കത്ത് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയട്ടെ, എന്നെ ജയിപ്പിച്ചയച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എവിടെയും പോകില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. എന്നെ ജയിപ്പിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് തരാം. എൻ്റെ പിതാവിനെ 4 പതിറ്റാണ്ടോളം കാലം സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ. നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും എൻ്റെ കുടുംബം ഏറെ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊരുമിച്ച് കൈകോർത്തുകൊണ്ട് ഒരു നല്ല നിലമ്പൂരിനായി നമുക്കൊരുമിച്ച് നിൽക്കാം. എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൻ്റെ ചിഹ്നം കൈപ്പത്തി അടയാളത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങളുടെ വോട്ട് മാത്രം പോരാ, നിങ്ങളുടെ പ്രാർത്ഥന കൂടി ഉണ്ടാവണം. ഞാൻ ഏറ്റവും ഇതുപോലൊരു ഭാഗ്യം എനിക്ക് ലഭിക്കാനുള്ള പ്രിയങ്കാജി തന്നെ നേരിട്ട് വന്ന് എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ പാർട്ടി എനിക്ക് തന്നത്. ഈ പാർട്ടിയോട് ഞാൻ അത്രമാത്രം കടപ്പെട്ടിരിക്കും എൻ്റെ ജീവിതം മുഴുവൻ. അതുപോലെ 2 കടപ്പാട്, നിലമ്പൂരിലെ നിങ്ങളോടുള്ള കടപ്പാട്, അതുപോലെ തന്നെ എൻ്റെ പാർട്ടിയോടുള്ള കടപ്പാട്. അത് ഞാൻ ഈ മണ്ണിൽ ജനിച്ചു, നിങ്ങളുടെ കൂടെ ജീവിച്ചു, എൻ്റെ അവസാന ശ്വാസം വരെ ഞാനൊരു നിലമ്പൂരുകാരനായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ എത്തിയിരിക്കുന്നു. പ്രചാരണ ചൂടിലാണ് നിലമ്പൂർ ഉള്ളത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തായിരുന്നു അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നത്.